ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ കിഡ്സേറ. ഇന്ന് ഞങ്ങൾ അമ്മുവിൻ്റെ മെറ്റേണിറ്റി ഷൂട്ടിന് പോവുകയാണ് കേട്ടോ. അമ്മുദേ നല്ല സുന്ദരി കുട്ടിയായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്മച്ചിയോടും മമ്മിയോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങാനായിട്ട് നിൽക്കുവാണ്. നമ്മുടെ പൊന്നൂസിനെ കണ്ടില്ലേ, മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് നിൽക്കുവാണ്. കുഴുപ്പുള്ളി ബീച്ചിലോട്ടാണല്ലോ നമ്മൾ പോകുന്നത്. ഞങ്ങൾ ആക്ച്വലി ഇത് ഫോട്ടോ എടുക്കാൻ പ്ലാൻ ചെയ്തത് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ളൊരു പാടത്തായിരുന്നു. പക്ഷെ അന്ന് മഴയൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ബീച്ചിൽ പോകാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയറും കൂടി ചെയ്യണേ. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും അല്ല കേട്ടോ, ഞങ്ങളൊക്കെ തന്നെയാണ്. അപ്പതേ അന്നമ്മോളുണ്ട് കേട്ടോ നമ്മുടെ കൂടെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്ത് പോവാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ കുഴുപ്പുള്ളി ബീച്ചിൽ ഫോട്ടോ എടുക്കാൻ പ്ലാൻ ചെയ്തതെങ്കിലും നമുക്ക് ലൊക്കേഷൻ അത്ര അങ്ങാട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ 1-2 ഫോട്ടോസ് മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് എടുത്തുള്ളൂ. നിങ്ങൾ നമ്മുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ സേരമോളും അമ്മും തമ്മിലുള്ള വീഡിയോ. അതെല്ലാം നമ്മൾ കുഴുപ്പുള്ളി ബീച്ചിൽ വെച്ചിട്ടാണ് എടുത്തത്. അമ്മ ഇപ്പോൾ ഓൺലൈനായിട്ട് ബേബി ഷവറിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും 2-3 ബാഗും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ നടന്നത്. നല്ല രസമായിരുന്നു കേട്ടോ, കാരണം ബീച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഞങ്ങളന്ന് സൺഡേ ആണ് പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയ ടൈമിൽ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുഴുപ്പുള്ളി ബീച്ച് കാണാൻ നല്ല രസമാണ്. അങ്ങനെ കുറച്ച് ടൈം ഞങ്ങൾ കുഴുപ്പുള്ളി ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് വളപ്പ് ബീച്ചിലോട്ടാണ് കേട്ടോ. അവിടെ നല്ല ബീച്ചാണ്, പക്ഷെ പൊതുവെ കുറച്ച് തിരക്കുണ്ട്. അത് ഞങ്ങൾ പോയ ടൈമിങ്ങിന്റെ ആണോ എന്നുള്ളത് അറിയില്ല. പിന്നെ സൺഡേയും കൂടി ആയിരുന്നു. അപ്പൊ അങ്ങനെ ഫോട്ടോസ് എടുക്കാനായിട്ട് നമ്മൾ പ്രോപ്പർട്ടീസ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെല്ലാം എടുത്ത് നമ്മളിത് ഇങ്ങനെ നടക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് അന്നമോളും പൊന്നൂസും കൂടി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ടൈം പൊന്നൂസ് അന്നമോളുടെ കൂടെ തന്നെയായിരുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ അമ്മു വാങ്ങിയ പ്രോപ്പർട്ടീസ് ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല കേട്ടോ, നല്ല പണിയായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആദ്യം ബലൂൺ വീർപ്പിച്ചു. അത് കഴിഞ്ഞ് പയ്യെ അത് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുമായിരുന്നു കേട്ടോ. എല്ലാ ബലൂണും പാവം അമ്മുവിന്റെ കയ്യിൽ തന്നെയാണ് കൊടുത്തത്. അപ്പോഴാണ് നല്ലത് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് തോന്നിയത്. നിറച്ചും ബലൂണായിട്ട് നല്ല രസമുണ്ട് അല്ലേ. പിന്നെ അവിടെ ചെറിയൊരു പണി ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു, കാരണം നല്ല കാറ്റായിരുന്നു. അപ്പൊ ഞങ്ങൾ കിട്ടുന്നത് മുഴുവനും പറന്ന് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഏകദേശം എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ഈ ബലൂൺ കെട്ടുന്ന കാര്യത്തിലായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് നൂല് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് ഇങ്ങനെ ആ മരത്തിൽ ചുറ്റി ഒരുവിധം ഞങ്ങൾ ഒപ്പിച്ചെടുത്തു. അപ്പതേ ഇതാണ് നമ്മളുടെ ഒരു ഡെക്കറേഷൻ എന്ന് പറയുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് ബലൂണും കുറച്ച് ചില്ലറ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടി അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി നിൽക്കുവാണ്. നമ്മുടെ പൊന്നൂസ് അവിടെ കുറച്ച് പട്ടിക്കുട്ടികളുണ്ടായിരുന്നു, അവരുടെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുവാണ്. അവൾക്ക് പൊതുവെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാൾ കൂടുതൽ എൻജോയ് ചെയ്തത് അവളായിരുന്നു. തലയിൽ വെച്ച ഹെയർ ബാൻഡൊക്കെ ദേ ഇപ്പൊ കഴുത്തിലാണ് കാണുന്നത്. അങ്ങനെ ഞാൻ ദേ ഒരു വടി കൊടുത്തിട്ടുണ്ട് അവളുടെ കയ്യില്, അവളൊന്ന് ബിസിയാക്കി ഇരുത്താനായിട്ട്. അപ്പൊ പൊന്നൂസ് ഇപ്പോൾ ആ വടി വെച്ചിട്ട് ഇരുന്ന് കളിക്കുവാണ്. മണ്ണി കളിക്കാൻ പൊതുവെ നല്ല ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് കേട്ടോ. കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇവരുടെ ഫോട്ടോസ് മാത്രമായിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഗൈസ്, നിങ്ങൾക്ക് അമ്മുവിനെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? അമ്മുവിന്റെ ബേബി ബോയ് ആയിരിക്കോ ഗേൾ ആയിരിക്കോ? അതെന്താന്നുള്ളത് നിങ്ങളെ കമന്റിലൂടെ ഞങ്ങൾ അറിയിക്കണേ. അതുകൂടാതെ അമ്മുവിനും വാവക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യണം. അപ്പൊ ഇത്തരം കാര്യങ്ങളുള്ളൂ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയില്. ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.